അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ട് നല്ല അടിപൊളി ഒരു കൂട്ടാൻ തയ്യാറാക്കാം. പച്ചക്കായ കൊണ്ട് ഇതുപോലൊരു വിഭവം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചക്കായക്കൊരു കറയുണ്ടാകും, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. പച്ചക്കായ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റുക. പച്ചക്കായ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വാലാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 സെക്കൻഡ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ പച്ചക്കായയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തവി ഉപയോഗിച്ച് പച്ചക്കായ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. പച്ചക്കായ നന്നായി ഉടയുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാറുണ്ട്. ഇനി നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുഴറ്റിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചക്കായയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചക്കായ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണിത്. ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൂട്ടാനാണിത്. മാത്രവുമല്ല നല്ല ടേസ്റ്റിയുമാണ്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് ചൂടാറുമ്പോൾ കുറച്ച് തിക്കായി വരും. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്